അപ്പോൾ സോഫ്റ്റ് വീഡിയോ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോപ്പൊന്നല്ല, വെറൈറ്റി ആയിട്ട് നല്ല നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലൊരു ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ബോഡി ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കുട്ടികൾക്കും നമുക്കും അതായത് മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാം. നല്ല സ്കിന്നിന് നല്ല മോയ്സ്ചറൈസിങ്ങും അതായത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല മോയ്സ്ചറൈസിങ് ആയിരിക്കാനും അതേപോലെ തന്നെ നല്ല ഗ്ലോസി ആയിരിക്കാനൊക്കെ ഏറ്റവും പറ്റിയൊരു ക്രീമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഷിയ ബട്ടർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീടുകളിൽ ഇതേപോലത്തെ ഒരു ക്രീമൊക്കെ മേടിക്കണമെങ്കിൽ നല്ല കാശ് വരും. അതിപ്പോൾ വൈറ്റമിൻ സി, അതേപോലെ ഓറഞ്ചിൻ്റെ ഓയിൽ, അതേപോലെ ഷിയ ബട്ടർ, അലോവേര ജെല്ല്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എന്തുണ്ടാക്കാൻ പോകുന്നത്, ബോഡി ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മുടെ ആർക്കെങ്കിലും നമ്മുടെ സോപ്പിൻ്റെ ബേസുകൾ, കളറുകൾ, ഫ്രാഗ്രൻസ്, അതേപോലെ സോപ്പ്, ഓയിൽ സോപ്പ് ആയാലും ഗ്ലിസറിൻ സോപ്പ് ആയാലും ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ. അപ്പോൾ അടിപൊളി ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത്, അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, എല്ലാവരും ഒരു വേമിഷൻ മേടിച്ച് വയ്ക്കുക. നമുക്ക് അലോവേര ജെല്ല് വേണം. എത്ര ഗ്രാം? 90 ഗ്രാം അലോവേര ജെല്ല്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഒക്കെ നന്നായി തുടച്ച് നല്ല ക്ലീൻ ആക്കി വെച്ചോളൂ. 90 ഗ്രാം അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഷിയ ബട്ടർ വേണം. ഷിയ ബട്ടർ എന്ന് പറയുന്നത് നമുക്ക് റിഫൈനറായിട്ടുള്ള ഷിയ ബട്ടർ, അതായത് ഫിൽറ്റർ ചെയ്തിട്ടുള്ള ഷിയ ബട്ടർ ഇല്ലേ, അതെടുക്കാം. അതൊരു 110 ഗ്രാം കേട്ടോ. 110 ഗ്രാം ഷിയ ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കോസ്റ്റ്ലി ഷിയ ബട്ടർ എന്നൊക്കെ പറയുന്നത് നല്ല റേറ്റുള്ളൊരു ഇതാട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് വൈറ്റമിൻ ഇ വേണം, നമ്മുടെ ഓറഞ്ചിൻ്റെ ഓയിൽ, അതേപോലെ നമ്മുടെ ക്യാരറ്റിൻ്റെ ഓയിൽ, പിന്നെ നമുക്കൊരു സ്മെല്ല്, ഇത്രേ വേണ്ടൂ. ഇനി നമ്മുടെ ഷിയ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ സിസ്റ്റത്തിൽ മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മെൽറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോഴേ നമ്മൾ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബൗളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ അലോവേരയുടെ ജെല്ലാം അങ്ങോട്ട് ചേർക്കാം കേട്ടോ. ജെല്ലാം ഇടാം, നന്നായിട്ട് വടിച്ചിട്ടോ കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് അതിൽ നമ്മൾ ഷിയ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഉരുക്കി വെച്ചിട്ടില്ലേ, അത് കുറേശ്ശെ ഇട്ടിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കാം കേട്ടോ. ഇളക്കി നല്ല വൈറ്റ് നിറം വരും കണ്ടോ. അങ്ങനെ ഇളക്കി നന്നായി ഇളക്കിക്കോളൂ. അങ്ങനെ കുറേശ്ശെ ആയിട്ട് ഒരു 3-4 സ്റ്റെപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കിക്കോളൂ കേട്ടോ. നന്നായി ഇളക്കുക. വീണ്ടും ഒഴിച്ചു കൊടുക്കുക ഒരു സ്റ്റെപ്പ് കൂടി. ഇനി നമുക്കതിൽ വൈറ്റമിൻ ഇ വേണം. വൈറ്റമിൻ ഇ ഒരു 10 ഡ്രോപ്പ്. ഓക്കെ. നമ്മളതിലേക്ക് ഒരു 10 ഡ്രോപ്സ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ഓറഞ്ചിൻ്റെ ഓയിൽ 5 ഗ്രാം, 5 മില്ലി, പിന്നെ നമുക്ക് ക്യാരറ്റിൻ്റെ ഓയിൽ 5 മില്ലി കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ. അതേപോലത്തെ നമുക്കൊരു മെഷർമെൻറ്റുള്ള ഒരു ടീസ്പൂൺ ഉണ്ടെങ്കിൽ നല്ലതാണ്, നമുക്ക് അളക്കാനൊക്കെ സുഖം കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ക്യാരറ്റിൻ്റെ ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിൽ പെർഫ്യൂം ആഡ് ചെയ്യണം. ഞാൻ ആഡ് ചെയ്യുന്നൊരു അത്തറാണ്, അതൊരു ഗ്രാം. നമ്മൾ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ പെർഫ്യൂം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി മിക്സ് ആക്കിയിട്ട് കേട്ടോ. നല്ല മണമുണ്ട്. നമുക്ക് അടിപൊളി ബോഡി ക്രീം നമ്മൾ സെറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നമ്മളതൊരു ബോട്ടിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ കുപ്പിയിലേക്ക് പകർത്താം കേട്ടോ. നന്നായി വടിച്ചെടുത്തോട്ടോ. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ക്രീമാണ് ഷിയ ബട്ടർ. എല്ലാവർക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ എന്നുള്ളതൊരു ഐഡിയ കിട്ടിയില്ല. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തു കേട്ടോ, ഞാൻ പറഞ്ഞുതരാം.
നമ്മളൊരു ബോട്ടിലേക്ക് ആക്കണ്ട കേട്ടോ. ഇത് ഒരു പ്ലാസ്റ്റിക് കണ്ട മൂല അങ്ങനെ കട്ട് ചെയ്തോളെ. ഇതോട് പ്രസ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് വടിച്ച് ഓക്കെ വേണ്ട. അപ്പോൾ നമ്മുടെ ഇത് കണ്ടില്ലേ, നല്ല ക്രീമാട്ടാ. ഇതൊക്കെ എവിടെ നിന്നാവില്ലേ, കുറേ നാളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിത് ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. അതായത് നമ്മൾ ആ കൂടിയിട്ട് ചേർത്തിട്ട് എന്നിട്ടാ അലോവേര ജെല്ലി ചേർത്തിട്ട്, ഷിയ ബട്ടർ ചേർത്തിട്ട്, പിന്നെ വൈറ്റമിൻ ഇ, പിന്നെ സ്മെല്ല് നമ്മൾ ചേർത്തുള്ള ഓറഞ്ചിൻ്റെ ഓയിലും പിന്നെ ക്യാരറ്റിൻ്റെ ഓയിലാട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല മോയ്സ്ചറൈസിങ് കിട്ടും. അതുപോലെ നമ്മൾ എത്ര എടുത്താൽ മതി, ഒരു മുള്ളെടുക്കുക, അതേപോലെ അടച്ചു വയ്ക്കുക. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുഖത്തിന് തേച്ച് കൊടുക്കും. മുഖത്ത് സ്കിൻ നമ്മളെ ബോഡിയും എല്ലായിടത്തും തേച്ചോട്ടോ. നമ്മുടെ ചൂടുകാലമൊക്കെ അല്ലേ, നമ്മുടെ ഈർപ്പം ബോഡിയും ഈർപ്പൊക്കെ നിലനിർത്താൻ നല്ലതാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ തേച്ച് കൊടുക്കും, ഡെയിലിയായിട്ട് തേച്ച് കൊടുത്തോ. ഇത് പിന്നെ കൂടുതല കൈവൊക്കെ തേച്ച് അവസരിപ്പില്ല ഒരു കൈ നമ്മൾ മുഖത്തൊക്കെ തേക്കിട്ടാ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ നമ്മുടെ ക്രീം ഉണ്ടാക്കുന്ന കാര്യം മനസ്സിലായില്ലേ കേട്ടോ. അപ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ട് ഇടാണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഷിയ ബട്ടർ ഉപയോഗിച്ചിട്ട് നല്ല ബോഡി ക്രീം ഉണ്ടാക്കുക. അതുപോലെ ഫേസ് ക്രീമായിട്ട് ഉപയോഗിക്കുക, ബോഡി ക്രീമായിട്ടൊക്കെ ഉപയോഗിക്കുക കേട്ടോ. നല്ലൊരു ക്രീമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.